മലയാളികൾ സായിപ്പിൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യാൻ പോകുന്നത് നിർത്തണം എന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഈ മാർ ജോസഫ് പാമ്പ്ളാനി പറഞ്ഞത് കണ്ടു. ഈ ആളുകൾ പുറം രാജ്യങ്ങളിൽ പോയി അവിടെ വളരെ നിന്ദ്യമായ ജോലി, വളരെ മോശപ്പെട്ട ജോലി ചെയ്യുന്നു എന്നൊരു ധ്വനി അതിൽ കാണുന്നു. അതെന്തായാലും ആ ധ്വനി ശരിയല്ല. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യത ഉണ്ട്. ഈ ഇന്ത്യയിൽ മാത്രമാണ് ആ ജോലി അനുസരിച്ച് ഒരാളെ വിലമതിക്കുന്നത്. വേറൊരിടത്തും അങ്ങനെയില്ല. ഏത് ജോലിയും പിന്നെ പൈസ കിട്ടുന്ന ഏത് ജോലിയും നല്ലത് തന്നെ. പൈസ കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഓരോ ജോലിക്കും ആ ചെയ്യാനായിട്ട് ആളില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ സാനിറ്റേഷൻ, ഈ ശുചീകരണ തൊഴിലാളികൾ അവരില്ലെങ്കിൽ ആ നഗരത്തിൻ്റെ സ്ഥിതി എന്തായിത്തീരും? അപ്പോൾ ആ എല്ലാ ജോലിയും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് കമ്പ്യൂട്ടറുകാരൻ്റെ ജോലിയും അല്ലെ ഡോക്ടറുടെ ജോലിയും ശുചീകരണ തൊഴിലാളിയുടെ ജോലിയും ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെ, ഒരുപോലെ വിലപ്പെട്ടത് തന്നെ. അങ്ങനെ ആണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ വന്നാൽ ഏത് ജോലി ചെയ്യാനും നമുക്ക് വലിയ മടിയൊന്നുമില്ല. കാശ് കിട്ടിയാൽ മതി. കാശ് കിട്ടുമോ ഇല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ വരുന്ന ആളുകളിൽ പിന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ആളുകളിൽ ഒരുവിധപ്പെട്ട നല്ല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവരാണ് നമ്മൾ മിക്കവരും. അങ്ങനെയല്ലാതെ മറ്റു തരം ജോലികൾ ചെയ്യുന്നവർ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകൾ, സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു തരംതാണ അടുക്കളപ്പണി സായിപ്പിൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യേണ്ടി വരുന്നതല്ല. സായിപ്പിൻ്റെ കൊച്ചുങ്ങളെ നോക്കാൻ നമ്മുടെ പിള്ളേർ, ചെറിയ പിള്ളേരാണെങ്കിൽ അവർ ബേബി സിറ്റിംഗ് അങ്ങനെയുള്ള പരിപാടിക്ക് പോകും. കാരണം ഇത്തിരി കാശ് അവർക്ക് കിട്ടും. അല്ലേ നാട്ടിൽ നിന്ന് വരുന്ന അമ്മച്ചിമാർ, പ്രായമുള്ളവർ, അവർ ഇത്തിരി എക്സ്ട്രാ മണി ഉണ്ടാക്കാൻ വേണ്ടി ബേബി സിറ്റിങ്ങിന് പോകും. അത് കൂടുതലും ഇന്ത്യക്കാരുടെയൊക്കെ തന്നെ വീടുകളിൽ തന്നെയാണ്. എന്നതൊക്കെ ഒഴിച്ചാൽ ഈ അടുക്കളപ്പണിക്ക് പോകുന്ന ആളുകൾ അതൊട്ടും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ആ രീതിയിൽ ചിന്തിക്കേണ്ടതുമില്ല. അപ്പോൾ ഈ ബിഷപ്പ് അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറയുന്നു. ഇവർക്ക് ഭരിക്കാനായിട്ട് ആവശ്യത്തിന് ആളെ കിട്ടാതെ വരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കൂടുന്നുണ്ട്. അതൊരു വലിയ കാര്യമല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വലിയ തോതിൽ അങ്ങ് വർദ്ധിക്കുന്നു. മറ്റുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കുറയുന്നു. ഈ മലപ്പുറത്തെയൊക്കെ സ്കൂളുകളിൽ എത്രയോ കുട്ടികൾ ഓരോ വർഷം സ്കൂളിൽ ചേരുമ്പോൾ പത്തനംതിട്ടയിലൊക്കെ അതിൻ്റെ 4-1 പോലുമില്ല. ഇതാണ് സ്ഥിതി മറ്റു സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയൊന്നും കുട്ടികളില്ല. ആ അവസ്ഥ വരുന്നു. അപ്പോൾ സഭയും ഒക്കെ അങ്ങ് അന്യം നിന്ന് പോകുമെന്നാണ് ഇവരൊക്കെ പേടിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. എങ്ങനെ വന്നാലും ഒരു 50 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ ജനസംഖ്യാ വളർച്ചയും മറ്റ് വിഭാഗങ്ങളുടെ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വളർച്ചാ നിരക്കിലെ കുറവും കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു 50 വർഷത്തിനുള്ളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് കേരളം മാറും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും വേണ്ട. എത്ര നാടെടുക്കുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അത് ഈ ഏതാനും മാസം മുമ്പ് കർദിനാൾ മാർ കൂവക്കാടിനെ കാണുകയുണ്ടായി. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് എപ്പോഴും സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ മതി. മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഇപ്പം റോമിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ബംഗ്ലാദേശികളാണ്. എങ്ങനെ വന്നു ചാടിയെന്ന് മനസ്സിലാവുന്നില്ല. മുഴുവൻ എല്ലാ രംഗത്തും ബംഗ്ലാദേശികൾ. അപ്പം ഈ കുടിയേറ്റവും മറ്റു രീതികളിലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ കുടിയേറുന്ന രാജ്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ജോലി, അതൊരു രണ്ടാമത്തെ കാര്യമാണ്. കുടിയേറാൻ കഴിഞ്ഞാൽ, നിയമപരമായിട്ട് കുടിയേറാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തെല്ലാം കുറച്ചുകൂടി ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ ഇത്തിരി പോകുന്ന സ്ഥലമാണ്. തമ്മിത്തെല്ലാമെന്നല്ലാതെ അവിടെ തന്നെ തുടർന്നുകൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? അപ്പോൾ വിദേശത്ത് പോകാൻ കഴിയുന്നവർ പോവുക എന്നുള്ളത് ഒരു ദൗത്യമായിട്ട് തന്നെ എടുക്കണം. അത് പോകാൻ കഴിയാത്തവർ പോകേണ്ടതില്ല. ആ രാജ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇപ്പം മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അവർ ഗൾഫിലൊക്കെ പോയിട്ട് അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. ഇവിടെ കേരളത്തിൽ നല്ല വീടുകളും നല്ല സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നു. അവരുടെ വിദ്യാലയങ്ങളൊക്കെ വലിയ മികച്ച വിദ്യാലയങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ ഫറൂഖ് കോളേജൊക്കെ വലിയ പാശ്ചാത്യ യൂണിവേഴ്സിറ്റി പോലെ വളരെ മികച്ചതാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ, കാരണം അവർക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ അമേരിക്കയിലുള്ള നമ്മൾ നാട്ടിലുള്ള വല്ലവരെയും സഹായിക്കാനായിട്ട് ഇത്തിരി പൈസ അയക്കുന്നല്ലാതെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടാക്കാനോ അല്ലെ നാട്ടിൽ ഇത്തിരി സ്ഥലം വാങ്ങാനോ കെട്ടിടം വാങ്ങാനോ അങ്ങോട്ട് പൈസ അയക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ അങ്ങോട്ട് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതാണ് സ്ഥിതി. അതുകൊണ്ട് ഈ കേരളത്തിലെല്ലാവരും അവിടെ തുടരണം എന്നൊന്നും ശരിക്കേണ്ട ഒരു കാര്യമില്ല. പുറത്തു പോകാൻ കഴിയുന്നവർ പോകട്ടെ, രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ എല്ലാം ഇപ്പോൾ ഒരു വംശീയ സ്ഥിതി ഉണ്ട്, വംശീയ കാലാവസ്ഥയുണ്ട്. സായിപ്പുമാർ മാത്രം മതി, വെള്ളക്കാർ മാത്രം മതി. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഈ അഭയം തേടുന്നവർ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വെള്ളക്കാർ അവർക്ക് അഭയം കൊടുക്കുന്നുണ്ട്, വേറെ ആർക്കും കൊടുക്കുകയില്ല.
അപ്പോൾ അതാണ് സ്ഥിതി. അങ്ങനെ ആ ഒരു റേസിസം ശക്തിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഹെയ്ത്തിയിൽ നിന്നൊക്കെയുള്ള ആളുകളെ പുറത്താക്കണം, ഈ TPS ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസിലുള്ളവരെ പുറത്താക്കണം. കാരണം അവരൊക്കെ കറമ്പരാണ്. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഒരു കുറവായിട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അവർക്കെതിരെയൊക്കെ പ്രസിഡന്റ് ട്രംപൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരുന്ന കാര്യവും സുപ്രീം കോടതിയിൽ എടുത്തു കാട്ടുകയുണ്ടായി. പക്ഷേ എന്നാലും ഈ ഈ പിന്നെ ഇങ്ങനെ ഇവരെ കൊണ്ടുവരാനുള്ള അധികാരമുണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള അധികാരവും പിന്നെ എക്സിക്യൂട്ടീവിനുണ്ടെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. അതിൽ വലിയ തെറ്റുണ്ടെന്ന്, ആ വിധി തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിധി വന്നതുകൊണ്ട് ഇവരെയൊക്കെ തിരിച്ചയക്കണം എന്ന് ചിന്തിക്കുന്നതാണ് ഖേദകരം. അവരോട് ഇവിടെ ഉള്ളതുകൊണ്ട് എന്താണ് കുഴപ്പമിരിക്കുന്നത്? അവരോട് ഇവിടെ വേണ്ടേ? ഇവിടുത്തെ സിസ്റ്റം, ഇവിടെ മനുഷ്യരുടെ കുറവുണ്ട് അമേരിക്കയിൽ. അപ്പോൾ അത് കൂടുതൽ ആളുകൾ ഇവിടെ ആവശ്യവുമുണ്ട് എന്ന് കരുതി അതിർത്തി അനിയന്ത്രിതമായി തുറന്നിരുന്നതിനോടാണ് നമ്മളൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു വിധത്തിലൊക്കെ ഇവിടെ എത്തിപ്പെട്ടവരും ഇവിടെ ജീവിക്കുന്നവരും അവരെ പിടിച്ച് പുറത്താക്കുന്ന ആ ക്രൂരത എന്തായാലും ശരിയായ ഒരു കാര്യമല്ല എന്നാണ് നമുക്കൊക്കെ തോന്നിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും അമേരിക്കയിലെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് സ്ഥിതി എന്ന് കരുതി അമേരിക്ക അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ ആ ലിബറലിസവും അതുകൊണ്ടാണ് നമ്മൾ പലരും അമേരിക്കയിൽ വന്നത്. ഈ ലിബറൽ ചിന്താഗതിയും ഇവിടെ രക്ഷപ്പെടാൻ ആ ഒരു തുല്യ പരിഗണന കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പലരും വന്നത്. അല്ലെങ്കിൽ നമ്മൾ പലരും വരത്തില്ലായിരുന്നു. റേസിസവും അല്ലെങ്കിൽ ആക്രമണവും ഒക്കെ ആണ് പിന്നെ സ്ഥിതിയെങ്കിൽ ഒട്ടേറെ പേര് നല്ലൊരു പങ്ക് വരില്ലായിരുന്നു. അപ്പോൾ ആ സ്ഥിതി ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇത് മാറും. പിന്നെ തീർച്ചയായിട്ടും അമേരിക്ക ആ പഴയ ആ ലിബറൽ ചിന്താഗതിയിലേക്ക് തിരിച്ച് വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ സായിപ്പിൻ്റെ അടുക്കളയിൽ പണി ചെയ്താലും കാശ് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. കക്കൂസ് കഴുകേണ്ടി വന്നാൽ പൈസ കിട്ടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചക്രം കിട്ടിക്കഴിഞ്ഞാൽ ജോലി അതായിരുന്നാണ് കാര്യം ഇരിക്കുന്നത്. ഈ ജോലി നോക്കി ആ ആളുകളുടെ മഹത്വം വിലയിരുത്തുന്നത് എത്രയോ തെറ്റായ ഒരു ചിന്താഗതിയാണ്. അത് എങ്ങനെയാണോ ഇന്ത്യയിൽ ആ കാസ്റ്റ് സിസ്റ്റം തന്നെ ഉണ്ടായത്, ആ ജോലി വെച്ചാണ് ആളുകളെ അളക്കുന്നത്. ഉയർന്ന ജോലി ചെയ്യുന്ന ആളുകൾ ഉയർന്ന കാസ്റ്റിൽ വരുന്നു. പിന്നീടത് ഹെറിഡിറ്ററി ആയിട്ട് അവരുടെ ആ ജോലിക്കാരുടെ മക്കൾ, അല്ലെ ഒരു കാസ്റ്റിലെ മക്കൾ, ആളുകൾ ആ കാസ്റ്റിൻ്റെ ഭാഗമായി വേറെ ആരെയും അടുപ്പിക്കില്ലാത്തൊരു സ്ഥിതി വന്നു. എന്തായാലും ജോലി നമുക്ക് പ്രശ്നമില്ല. അടുക്കളക്കാരനെങ്കിൽ അടുക്കളക്കാരൻ, കക്കൂസ് കഴിയണമെങ്കിൽ അത് പൈസ കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.